വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളെ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പപ്പായ കിട്ടി. കണ്ടോ ഗൈസ്, ഒരു പപ്പായ കിട്ടി. ആ പപ്പായ വെച്ച് നമ്മൾ ഇന്നൊരു നാച്ചുറൽ പപ്പായ ജാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അമ്മയാണ് ഇവിടെ പ്രിപ്പറേഷൻ. അപ്പം നമുക്ക് അമ്മയടുത്ത് സെറ്റ് ചെയ്യാൻ പറയാം. അമ്മ ഇവിടെ പീൽ ചെയ്യാൻ പോവാണ്. ഗൈസ്, എൻ്റെ സ്കില്ലൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരുവാണ്, പക്ഷേ ഇത് വരുന്നില്ല ഗൈസ്. എന്നാ അമ്മ തന്നെ ചെയ്തു. ഇനി മാത്രമല്ല, അതിന്റെ മണ്ടയിൽ കൂടെ ഞാൻ വരയ്ക്കുന്നതേ ഉള്ളൂ. നോക്കൂ, ഇഷ്ടം പോലെ മീനുണ്ട്. ഈ കൂടുതലും ഗപ്പിയും മോളിയും ഒക്കെയാണ് നിൽക്കാൻ. ഞാൻ കാണിച്ചു തരാം. ഒരു ഇരുട്ട് പോലെ ഒന്ന് തോന്നുന്നുണ്ടോ? ഗൈസ്, നമുക്ക് ഈ വ്യൂ ആണ്. ഇങ്ങനെയുണ്ട് ഗൈസ്. ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്തേക്കണേ. കുരു കുറവുള്ള പപ്പായാണ്, നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഗൈസ്. ഇത് വല്ലാത്ത ഈ കുരുവെല്ലാം നമുക്ക് മാറ്റാം. ഞാൻ ആദ്യമായിട്ട് ഇത്ര കുരു കുറഞ്ഞത് കാണുന്നത്. അപ്പൊ നമ്മളൊരു പപ്പായ തിന്നാൻ പോവാണ്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ മധുരം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളെ പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിക്കകത്ത് നല്ല പഴുത്ത പപ്പായാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പപ്പായ മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം നമ്മൾ മിക്സിക്കകത്ത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് മിക്സിക്കകത്തേക്ക് ഇട്ട് അടിച്ചെടുക്കാം. അമ്മ ഇപ്പം ഡയറക്റ്റ് ആയിട്ട് പാനിലോട്ട് തന്നെ അടിച്ചെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം അടിച്ചെടുക്കാം. അമ്മ അരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അടിച്ചെടുക്കട്ടെ. കലക്കിയിട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പപ്പായ ഇവിടെ അരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. നല്ലപോലെ പഴുത്തോണ്ടാന്ന് തോന്നുന്നു. നല്ല കിഡിലായിട്ട് ഒരു തരി പോലും അവിടെ നിൽക്കാതെ തന്നെ താഴെ വീഴുകയാണ്. നമ്മുടെ പുതിയ ലൈറ്ററാണ്. നമ്മൾ ഞെക്കടി ലൈറ്ററൊക്കെ മാറ്റി ഇപ്പം ഇലക്ട്രിക് ലൈറ്ററിലോട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ, ഷോക്ക് അടിപ്പിക്കുമല്ലോ അത്. അപ്പം നമ്മൾ ഇവിടെ പരിപാടി തുടങ്ങാൻ പോവാണ്. ഗ്യാസൊക്കെ ഓൺ ചെയ്ത് സാധനം നമ്മുടെ പപ്പായ, അതിനകത്ത് പപ്പായയുടെ മിക്സ് ചെയ്ത സാധനം നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കണം. നമ്മളങ്ങനെ പപ്പായയുടെ പൾപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി എടുത്താൽ മതി. കണ്ടോ, ഗ്യാസൊക്കെ നല്ല തീയാണ് വരുന്നത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് നമ്മുടെ പപ്പായയുടെ പൾപ്പ് ഇതാ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മളിത് ചെവിട്ടി പിടിക്കാതെ ചെറിയ തീയിലാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പപ്പായ നല്ലപോലെ ഇതാ തിളച്ചിതാ ആവിയൊക്കെ വന്നു തുടങ്ങി. ഇനി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അടിക്ക് പിടിക്കാതെ നോക്കണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഞങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോ കാണണം. ഷോർട്സും ഒക്കെ ഞങ്ങൾ ഒത്തിരി ഇടുന്നുണ്ട്, വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തേ? പ്ലീസ് എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രണ്ട്സ്. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എത്രയും ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി നമുക്കിതാ ഇതിൻ്റെ അകത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചായിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അതുപോലെ തന്നെ നമുക്കിത് വേറെ പല ഫ്ലേവറുകളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില, പൈനാപ്പിൾ, റോസ് വാട്ടർ എല്ലാം ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ഓൾറെഡി പപ്പായ അല്ലേ, ജസ്റ്റ് മധുരമൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പപ്പായക്ക് കുറച്ചും കൂടെ മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മള് പപ്പായനകത്ത് ഇട്ട് തിളപ്പിച്ചൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി മധുരം കുറയും. അപ്പൊ നമ്മള് ഇച്ചിരി പഞ്ചാര ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മധുരം കൂടാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ കൊച്ചുങ്ങൾക്കൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മളിപ്പോ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നോണ്ടാണ് നമ്മളിപ്പം ഒഴിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഫ്ലേവർ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവർ മാറ്റാം. റോസ് വാട്ടർ, വാനില എസൻസ്, പൈനാപ്പിൾ എസൻസ് അങ്ങനെയൊക്കെ ചേർക്കാം. നിങ്ങളിപ്പോ കണ്ടോ, ലെക്സി സിറ്റ് ഗുഡ് ബോയ്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടോ? ഭയങ്കര അനുസരണയാ. ലെക്സി സിറ്റ് ഗുഡ് ബോയ്. കണ്ടോ, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അവനവിടെ ഇരുന്നായിരുന്നു. ഇരുന്നെന്ന് പറഞ്ഞാൽ മതി, അപ്പം അവിടെ ഇരിക്കും. അതാണ് സ്കില്ല് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. കമോ. ഒരു നുള്ളു ഉപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണേ. കണ്ടോ ഗൈസ്, കണ്ടോ, ഒരു നുള്ളുപ്പ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ ഓഫ് ചെയ്യാണ്. കാരണം ഈ രീതിയിൽ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ ആക്കി എടുക്കാം. പക്ഷെ ഞങ്ങളിപ്പോൾ ഇത് ഇവിടെ ഓഫ് ചെയ്യാണ്. എന്ന് വെച്ചാൽ സ്പൂണിലൊക്കെ എടുത്ത് ബ്രെഡിൽ
തേച്ച് കൊടുത്ത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടി. അതാ, അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും സ്പൂൺ എടുത്ത് ബ്രെഡിൽ തേച്ച് കഴിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ഈ പരുവത്തി നിർത്തുവാണ്. ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ തിക്കാക്കാം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം വെച്ച് ഞങ്ങളിപ്പോ ഇവിടെ ഓഫ് ചെയ്യുവാണ്. തിക്നെസ് ഞങ്ങൾക്ക് ഇത് മതി, ഈ തിക്നെസ് മതി. അതാകുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ ബ്രെഡിൽ. അപ്പം നമ്മളിവിടെ ഓഫ് ചെയ്യുവാണ്. നമ്മളിപ്പോ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പപ്പായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് തീരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, വീട്ടിൽ ട്രൈ ചെയ്യുക. എല്ലാവരും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയുടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫുൾ വീഡിയോ കാണുക, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണേ. കൊള്ളാമോ? സൂപ്പർ സൂപ്പറാണ്. കുട്ടികൾക്ക് ഉറപ്പായിട്ട് ചെയ്തു കൊടുക്കണേ. പപ്പായ ജാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പം